ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? എന്നാൽ പലരും അമ്മമാരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ബർത്ത്ഡേ മറന്നു പോകും. മക്കളുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കും. എന്നാൽ സ്വന്തം ബർത്ത്ഡേ ദിവസം ആകുമ്പോൾ ഒന്നില്ലെങ്കിലും മറന്നു പോകും, അല്ലെങ്കിൽ ഇനി എന്തിനാണ് എന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് അത് മാറ്റി വെക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം നമ്മുടെ സന്തോഷം, നമ്മൾ ജനിച്ച ദിവസമാണ്, അപ്പൊ അന്നത്തെ ദിവസം നമ്മൾ സന്തോഷിച്ചിരിക്കുക, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഔട്ടിങ്ങിന് പോവാം, ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ആവാം, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു മെന്റാലിറ്റി ഉള്ള ആളാണ് ഞാൻ കേട്ടോ. അപ്പൊ 2 കുട്ടികളായിട്ടും എൻ്റെ ബർത്ത്ഡേ ഞാനും മറക്കാറുമില്ല. പറ്റുന്ന രീതിയിൽ ഞാൻ ആഘോഷിക്കാറുണ്ട്. എൻ്റെ മക്കളെയും കൂടി കൂട്ടുമ്പോൾ അവർ ഹാപ്പി ആവാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഹാപ്പി ആയിരുന്നാലാണല്ലോ മക്കൾ ഹാപ്പി ആവുക. അങ്ങനെ അപ്പോൾ ഞങ്ങള് എൻ്റെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് തൃശ്ശൂരാണ് പോയത്. അവിടെ ഒരു കുട്ടി ഷോപ്പിങ്ങും ഭക്ഷണം കഴിക്കലും കേക്ക് കട്ടിങ്ങും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ സന്തോഷങ്ങൾ വലിയ ആഘോഷങ്ങളൊന്നുമല്ല, ഞങ്ങളേതായ കൊച്ചു സന്തോഷ നിമിഷങ്ങൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്തത്. അപ്പോൾ കണ്ടു നോക്കൂ ഗായ്സ്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് 10 മണി ആയപ്പോഴേക്കും ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ചിട്ട് ഗുരുവായൂരെത്തി. അങ്ങനെ ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർ ബസ്സിൽ കയറി പോകുന്നതാണ് ഈ കാണുന്നത്. പൊപ്പയും ചിന്നയും പോകുന്ന സന്തോഷത്തിലാണ്. ഞങ്ങൾ ആദ്യം നെസ്റ്റോയിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. പിന്നെ പ്ലാൻ മാറ്റിയിട്ട് നമ്മൾ പാലസ് റോഡിൽ പോയിട്ട് ഇറങ്ങി. അവിടെ ഒരു ഷോപ്പിൽ കയറി മാല വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാല വാങ്ങിക്കാൻ കയറി ഞാൻ 2 മാല എക്സ്ട്രാ വാങ്ങിച്ചു, അവർക്ക് 2 പേർക്ക് കൂട്ടോ. അങ്ങനെ 3 പേർക്കും മാല വാങ്ങിച്ചു. ഞാൻ ഇട്ടിട്ടുള്ള ബാങ്കിൾ എനിക്ക് ഹസ്ബൻഡ് ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ആള് റയർലി ഗിഫ്റ്റ് ഒക്കെ തരുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എത്ര ചെറിയ ഗിഫ്റ്റ് കിട്ടിയാലും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ സ്പോട്ടിലുള്ള സീമാസ് വെഡിങ് കളക്ഷനിൽ പോയി പർച്ചേസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിഡ്സ് കളക്ഷൻ ഒക്കെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയതുകൊണ്ട് അവർക്കുള്ള ഡ്രസ്സ് ആദ്യം തന്നെ സെലക്ട് ചെയ്ത് വെച്ചു കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് എനിക്കുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പാൻസും ജീൻസും അങ്ങനെ നമുക്ക് വേണ്ട കാഷ്വൽ വെയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി എനിക്ക് വേണ്ടതൊക്കെ സെലക്ട് ചെയ്തു. പാർട്ടി വെയേഴ്സ് ആണെങ്കിലും കാഷ്വൽസ് ആണെങ്കിലും ഇവിടെ അടിപൊളി ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. 1+1 ഓഫേഴ്സ്, 50% ഓഫേഴ്സ്, അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ അതൊക്കെ നോക്കി നടക്കുമ്പോഴാണ് അവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഒരു സീനിയർ സ്റ്റാഫിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ്ങിനായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ പപ്പയും ചിന്നയും കൂടിയിട്ട് അവിടെ ആദ്യം തന്നെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. അവരുടെ സന്തോഷത്തിൽ നമ്മളെയും കൂടി കൂട്ടിയല്ലോ എന്ന് ഓർത്ത് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഞാനത് ആ ചിന്തനെയും പപ്പനെയും നോക്കി നടക്കുകയാണ്. ഇവരുടെ കസ്റ്റമർ സർവീസിനെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫ് നല്ല ഒരു എനർജറ്റിക് ടീമാണ് അവർക്കുള്ളത്. നമുക്ക് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടേക്ക് പോകാൻ തോന്നുന്നതിൻ്റെ മെയിൻ കാരണം അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ നമ്മളോടുള്ള ഫ്രണ്ട്ലി അപ്രോച്ചാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തോംസൺ ഗാസയിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. പക്ഷേ ഭയങ്കര തിരക്കുള്ള സമയത്താണ് ഞങ്ങൾ എത്തിയത് കേട്ടോ. 45 മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. മക്കളെയും കൊണ്ട് അത്രയും നേരം വെയിറ്റ് ചെയ്യൽ പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരിക്കലാവാമെന്ന് വിചാരിച്ച് നേരെ ഭാരതിലോട്ട് വിട്ടു. അങ്ങനെ ഭാരതിൽ പോയിട്ട് ഊണ് കഴിക്കുകയാണ്. ആദ്യം ഊണാണ് ഓർഡർ ചെയ്ത് കിട്ടിയത്. അവർക്ക് ദോശയായിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ ഊണിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. അവർക്ക് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. 2 മണിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ തോംസൺ ഗാസയിൽ നിൽക്കായിരുന്നിരുന്നത്. പിന്നെ 3 മണിക്ക് കഴിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഉച്ചക്കലത്തെ ഭക്ഷണം. ഗോതമ്പ് പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ വീണ്ടും സീമാസിലോട്ടെത്തി. അവിടെ ക്രിസ്മസ് അറൈവൽസ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഈ ടോപ്പൊക്കെ ഇൻസ്റ്റയിൽ കണ്ടിട്ട് എന്തായാലും പോയി ചെക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള ടോപ്പാണ് കേട്ടോ. അവരുടെ ഇൻസ്റ്റാ പേജിൽ എല്ലാ ഓഫേഴ്സും കളക്ഷൻസും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഞാനത് നോക്കിയിട്ടാണ് കൂടുതൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ചോദിച്ച് വാങ്ങാം. ഈ ട്രൈ ചെയ്തിട്ടുള്ള 2 ടോപ്സിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഏതാന്ന് നിങ്ങൾക്ക് ക്രിസ്മസ് വീഡിയോയിൽ കാണാം. അതിനിടയ്ക്ക് പൊപ്പ വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിന്ന വീഡിയോ എടുക്കുന്നത്. ബ്ലൗസൊക്കെ നോക്കുകയാണ്. സ്റ്റിച്ച് ബ്ലൗസിന് വന്നിട്ട് 400 to 500 ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ കേട്ടോ. അടിപൊളി ബ്ലൗസാണ്. പിന്നെ സാരീസ് ആണെങ്കിലും നല്ല സെലക്ഷൻ ഉണ്ട്. ഒക്കെ ഫ്രഷ് പീസസ് ആണ് കേട്ടോ. ഓൾഡ് മോഡൽസ് ഒന്നും നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഈ ഷോപ്പ് ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹോണസ്റ്റ് ബേക്കറിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പോട്ടിലുള്ള ഹോണസ്റ്റ് ബേക്കറി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ളൊരു ബേക്കറിയാണ്. പണ്ട് സിറ്റി ജേണൽ ന്യൂസ് പേപ്പറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്ഥിരം പോകാറുണ്ട് ഇവിടെ. അങ്ങനെ അവിടെ നിന്ന് ഒരു ഫ്രഷ് ബേക്കറി കേക്ക് വാങ്ങിച്ച് മുറിക്കുകയാണ്. സാധാരണ കേക്കാണ് കേട്ടോ, ക്രീം കേക്ക് ഒന്നും അല്ല. കാരണം ഓൾറെഡി ക്രീം കേക്കൊക്കെ കഴിച്ചിട്ടുള്ളതുകൊണ്ട് ഇനി ട്രാവലൊക്കെ ചെയ്യണം. പപ്പയ്ക്ക് ഓൾറെഡി ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അതൊന്നും കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് സാധാ കേക്ക്, ബർത്ത്ഡേ ആണല്ലോ, ഒരു കേക്ക് കട്ട് ചെയ്തെന്നുള്ളൂ. പിന്നെ നമ്മൾ ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചു. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്, 6 മണിയൊക്കെ ആയി. ഞങ്ങൾ തിരിച്ചു പോരാനുള്ള പുറപ്പാടിലാണ്. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു.
അങ്ങനെ നല്ലൊരു മെമ്മറബിൾ ബർത്ത്ഡേ കൂടി കഴിഞ്ഞു. ഇത് നവംബർ 30 ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ ബർത്ത്ഡേ അന്നാണ്, ശനിയാഴ്ച ആയിരുന്നു. വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ വൈകിയതാണ് കേട്ടോ. നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.